ഇന്ന് ഏപ്രിൽ 2 ആണ്. ഓട്ടിസം അവയർനെസ് ഡേ ആയിട്ടാണ് ഇന്ന് ആചരിക്കപ്പെടുന്നത്. ഓട്ടിസത്തിനെ കുറിച്ചുള്ള അറിവ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ദിവസത്തെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷത്തിൽ ഇന്ത്യയിലെടുത്ത ഒരു കണക്ക് പ്രകാരം 18 മില്യൺ ആൾക്കാർക്ക് ഓട്ടിസം ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. 2 മുതൽ 9 വയസ്സ് വരെയുള്ള കുട്ടികളിൽ 100 കുട്ടികളിൽ ഒരാൾക്ക് ഓട്ടിസം ബാധിച്ചിട്ടുണ്ടെന്നാണ് ആ കണക്ക് പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ കൂടുതലും ആൺകുട്ടികൾക്കാണ് ഈ രോഗം ബാധിക്കാറുള്ളത്. എന്താണ് ഓട്ടിസം എന്ന് പറയുന്നത്? മറ്റുള്ളവരോട് ഇടപെടാനും സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ വരുന്ന ബുദ്ധിമുട്ടാണ് ഈ ഡിസോർഡറിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത. ഇതിനെ ന്യൂറോളജിക്കൽ ആൻഡ് ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഉള്ള കുട്ടികൾക്ക് ഐ കോണ്ടാക്റ്റ് കുറവായിരിക്കും. അവർ കണ്ണോട് സംസാരിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരേ കാര്യം റിപ്പീറ്റഡായിട്ട് അവർ ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കും. അത് ചില വാക്കുകൾ അവർ റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് ഡെയിലി റൂട്ടീൻസിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പം എല്ലാ ദിവസവും 8 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതെങ്കിൽ ആ സമയം മാറിപ്പോയാൽ അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവും. ഇവർക്ക് അഗ്രസീവ്നെസ്സും ഹൈപ്പർ ആക്ടിവിറ്റിയും കോൺസെൻട്രേഷൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടും അറ്റൻഷനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. ചില കുട്ടികൾക്ക് അപസ്മാരവും ഇതിനോട് കണക്ട് ചെയ്ത് ഉണ്ടാവാറുണ്ട്. അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും അവരതിന് റെസ്പോണ്ട് ചെയ്യുന്നത്. ചിലപ്പോൾ അതിന് റെസ്പോൺസ് നമുക്ക് കിട്ടിയെന്നേ വരത്തില്ല. ടോൺ ഓഫ് വോയിസ് ചിലപ്പോൾ പെക്യുലർ ആയിട്ടുള്ള ചില രീതിയിലുള്ള ടോണായിരിക്കും. ചിലത് റോബോട്ടിക് വോയിസ് ആയിട്ടൊക്കെ വരും. പെക്യുലറായിട്ടുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സ് ഒക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഗോഷ്ടി എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ അൺയൂഷ്വൽ ആയിട്ടുള്ള ചില ഫേഷ്യൽ എക്സ്പ്രഷൻസും ബിഹേവിയേഴ്സും ഒക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാം. അങ്ങനെയുള്ള കുട്ടികൾ ലൈറ്റ്, സൗണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോട് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ചിലർക്ക് സെൻസിറ്റിവിറ്റി കുറയാനും ചാൻസ് ഉണ്ട്. ഓട്ടിസമുള്ള ചില കുട്ടികൾക്ക് ചില കാര്യങ്ങളിൽ ഭയങ്കര കഴിവുണ്ടായിരിക്കും. ഭയങ്കര മെമ്മറീസ് അവർക്ക് ചിലപ്പോൾ ഉണ്ടാകും. അല്ലെങ്കിൽ കാൽക്കുലേഷൻ ചെയ്യാൻ ഭയങ്കര കഴിവുകളുണ്ടാകും. അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യാൻ ഭയങ്കരമായിട്ടുള്ള കഴിവുകൾ, അങ്ങനെയുള്ള ചില പെക്യുലർ ആയിട്ടുള്ള കഴിവുകൾ അവർക്ക് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് ഇൻട്രാക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമാണ്. ഈ ഡിസോർഡറിനെ നമുക്ക് ലൈഫ് ലോങ് ഡിസോർഡർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷേ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് അവരുടെ ഡെയിലി ലൈഫ് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. ലൈഫ് സ്കിൽസിനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ നമുക്ക് കഴിയുന്നതാണ്. മരുന്നുകൾ കൊണ്ട് സൈക്യാട്രിസ്റ്റിന് അവരുടെ അഗ്രസീവ്നെസ്സും ഹൈപ്പർ ആക്ടിവിറ്റി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ ബിഹേവിയർ ചേഞ്ചിന് വേണ്ടിയിട്ട് ബിഹേവിയറൽ തെറാപ്പീസും ഒക്കെ ചെയ്ത് സൈക്കോളജിസ്റ്റിനെ അവർ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഓട്ടിസമുള്ള കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത്.